ഭർത്താവിൻ്റെ ഉമ്മാനെ നോക്കലോ ഭർത്താവിൻ്റെ ബാപ്പയെ നോക്കലോ എൻ്റെ കടമയല്ലെന്ന് പെൺമക്കളെ നിങ്ങൾ പറയരുത്. കാരണം ആ ഭർത്താവിൻ്റെ ഉപ്പയാണത്, ഉമ്മയാണത്. നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഭർത്താവിനും ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥാനമാ. അതുകൊണ്ട് നിങ്ങൾ അവരെ അന്യരായി കാണല്ലേ. സ്നേഹം കൊണ്ടും കൊടുത്തും അതുപോലെ തന്നെ ബഹുമാനവും റെസ്പെക്റ്റും കൊടുത്തും ആദരിച്ചും തന്നെ കഴിയണം. അവിടെ നമ്മൾ വരച്ച വരയിൽ ഇങ്ങനെ കോടതി ഭാഷയിൽ സംസാരിക്കരുത്. എൻ്റെ ഭർത്താവിനെ നോക്കലിൻ്റെ കടമ മാത്രമേ നിക്കാഹ് ബന്ധം കൊണ്ട് എനിക്കുള്ളൂ. ഭർത്താവിൻ്റെ ഉപ്പാക്ക് ഹിദ്മത്ത് ചെയ്യൽ എൻ്റെ ബാധ്യതയിൽ പെട്ടതല്ല. അത് പണ്ഡിതന്മാരെ ഫത്വണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ഫത്വയൊക്കെ പൊക്കിക്കാണിക്കുന്ന പെൺമക്കളോട് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്, ഇത് നിങ്ങൾ കോടതി ഭാഷയിൽ സംസാരിക്കേണ്ട മേഖലയല്ല. അവിടെ നിങ്ങൾ മനുഷ്യത്വം കാണിക്കണം. അയൽ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു പാവം പെങ്ങളാണ് അവിടെ രോഗിയായി കിടക്കുന്നതെങ്കിലും മരുമകളായിട്ട് അയൽക്കാരിയായി നിങ്ങളുണ്ടെങ്കിൽ പെങ്ങളെ നിങ്ങൾ പോയിട്ട് ശുശ്രൂഷ ചെയ്യണ്ടേ? അതും മനുഷ്യത്വമല്ലേ? എങ്കിൽ അതിനേക്കാളപ്പുറമല്ലേ നിങ്ങളുടെ ഭർത്താവിനെ 10 മാസം നൊന്തുപറ്റി കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിക്കൊണ്ട് വളരെ പ്രതീക്ഷയോടെ വളർത്തി ഉണ്ടാക്കിയ നിങ്ങളുടെ ആ പൊന്നുമോനെ നിങ്ങൾ അവളെ ഭർത്താവായി, നിങ്ങളുടെ ഭർത്താവായി അവൾ വന്നു എന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ആ ഉമ്മയെയും ഈ മോനെയും തമ്മിൽ തെറ്റിക്കുന്ന പണിയെടുക്കുന്ന പിശാചുക്കളായി ഒരിക്കലും മാറരുത് ഉമ്മമാരെ, പെൺമക്കളെ. അവരെ നിങ്ങൾ തെറ്റിക്കരുത്. ആ ഉമ്മാക്ക് വലുത് തന്നെയാണ് ആ മോൻ. എനിക്കെൻ്റെ മോള് വലുതുള്ളതുപോലെ, എനിക്കെൻ്റെ മകൻ വലുതാണെന്നതുപോലെ ആ ഉമ്മാക്കും ആ ഉപ്പാക്കുമുള്ള പൊന്നാര മക്കൾ തന്നെയാണ് അവിടുന്ന് വരുന്ന ആണും പെണ്ണും എന്ന് എല്ലാവരും ചിന്തിക്കണം.